വടകര നിയോജക മണ്ഡലത്തിൽ UDF പിന്തുണയ്ക്കുന്ന RMPI സ്ഥാനാർത്ഥി KK രമയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നത്തിൽ മാറ്റം. ഫുട്ബോൾ ചിഹ്നത്തിലായിരുന്നു KK രമ വോട്ട് തേടുന്നത്. എന്നാൽ ഈ ചിഹ്നം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചില്ല. പകരം ടെലിവിഷൻ ചിഹ്നമാണ് അനുവദിച്ചിട്ടുള്ളത്. 2024 പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഫുട്ബോൾ RMPI ചിഹ്നമായി ഉപയോഗിച്ചിരുന്നു. ഫ്ലെക്സുകളും ബാനറുകളും ഉൾപ്പെടെ പതിച്ച ഫുട്ബോൾ ചിഹ്നത്തിൽ വോട്ട് തേടി സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ സജീവമായിരുന്നു. ഗോവയിലെ ഔദ്യോഗിക പാർട്ടിയായ റവല്യൂഷണറി ഗോവൻ പാർട്ടിക്കാണ് ഫുട്ബോൾ ചിഹ്നം അനുവദിച്ച് നൽകിയിരിക്കുന്നത്. ഇതിനാലാണ് KK രമയുടെ ചിഹ്നം ടെലിവിഷനായി മാറിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പിലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ച ചിഹ്നമാണ് ഫുട്ബോൾ എന്നും അതുപ്രകാരം നിയമസഭയിലെ ഒരു പ്രത്യേക ബ്ലോക്കായാണ് തങ്ങളുടെ MLA മുന്നോട്ട് പോയിരുന്നതെന്നും RMPI പറഞ്ഞു. 2024 പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും ഈ ചിഹ്നം RMPI ചിഹ്നമായി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചാർട്ടിൽ കാണാൻ സാധിക്കും. തങ്ങൾക്ക് നിരവധി തിരഞ്ഞെടുപ്പുകളിൽ അനുവദിക്കപ്പെട്ടിരുന്ന ഒരു ചിഹ്നം റദ്ദ് ചെയ്യുമ്പോൾ ജനാധിപത്യ വ്യവസ്ഥയിൽ തങ്ങളെയും കേൾക്കാൻ ബാധ്യതയുണ്ട്. എന്നാൽ ഏകപക്ഷീയമായി ചിഹ്നം റദ്ദ് ചെയ്തിരിക്കുകയാണ്. ജനാധിപത്യ വിരുദ്ധമായ ഈ നടപടിക്ക് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയമുണ്ടെന്നും ഇതിനെ നിയമപരമായി തന്നെ നേരിടുമെന്നും RMPI പ്രസ്താവനയിൽ അറിയിച്ചു. താൽക്കാലികമായി ഇലക്ഷൻ കമ്മീഷൻ നടപടി അംഗീകരിച്ച് ടെലിവിഷൻ ചിഹ്നത്തിൽ മത്സരത്തിൽ ഉറച്ചുനിന്ന് മുന്നോട്ടു പോകാനാണ് UDF RMPI തീരുമാനം.